ടഡാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മൂവി നൈറ്റാണ്. ഇപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ മേലെ കയറിയതാണ്, ഒന്ന് റൂം വൃത്തിയാക്കാൻ. കാരണം രാവിലെ പോകുമ്പം ഒന്ന് സെറ്റാക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം അതിനുവേണ്ടി എങ്ങനെ ക്ലീൻ ചെയ്യുക കേട്ടോ. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടിയിരുന്നപ്പോൾ ദേവു അതിൻ്റെ കൂടെ എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട്. ദേവുവിൻ്റെ ആയിട്ടുള്ള പരിപാടികളൊക്കെ ദേവു നടത്തുന്നുണ്ട്. ഞാനൊരു സൈഡ് വൃത്തിയാക്കും, ദേവു ഒരു സൈഡ് കേടുവരുത്തും. ഇതാണ് എപ്പോഴുള്ള പരിപാടി. ഒരു സൈഡ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അടുത്ത സൈഡ് ക്ലീനിങ്ങിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ കൂടെ ദേവു കരഞ്ഞ് താഴത്തേക്ക് പോയി. കണ്ണേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണേട്ടൻ്റെ അടുത്തേക്ക് താഴത്തേക്ക് പോയി. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി പരിപാടിയൊക്കെ സെറ്റാക്കുകയാണ്. രാവിലെ അടിച്ചു വരാത്തതുകൊണ്ട് രാത്രി വന്നിട്ട് അടിച്ചു വരിക കേട്ടോ. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ദേവു വീണ്ടും കയറി വന്ന് ദേവുവിനായിട്ടുള്ള പരിപാടികളൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ എൻ്റെ ലൈറ്റും സ്റ്റാൻഡൊക്കെ വീണ്. പിന്നെ എനിക്ക് മേലെ എഴുതാൻ പോകണം. അപ്പോൾ ഞാൻ ബാഗിൽ നിന്ന് തിരുമാനുള്ള കോട്ടൊക്കെ എടുത്തിട്ട്, കാരണം നാളെ സൺഡേ ആണ് വരുന്നത്. ഞാൻ മേലെ എഴുതാൻ കയറി. അതിൻ്റെ ദേവു കരഞ്ഞ് അമ്മയും പറഞ്ഞ് കരഞ്ഞ്. അങ്ങനെ കുറച്ച് നേരം ഓളൊന്ന് കൊഞ്ചിച്ച് പിന്നെ മേലെ എഴുതി ഫ്രഷായി വന്ന് അങ്ങനെ സ്കിൻ കെയർ ഒന്നും പറയാൻ പറ്റില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസറൊക്കെ ഒന്നിട്ട് ഇനി താഴത്ത് ചെന്നിട്ട് താഴത്ത് കുറച്ച് പരിപാടി ഉണ്ട്. അങ്ങനെ ദേവുവിന് ഫുഡ് കൊടുക്കുകയാണ്. ഇതൊക്കെ ഫുഡ് കൊടുക്കാൻ കുറേ ടൈമാണ് ഗൈസ്. ഓരോ കഥ ഇങ്ങനെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കുറച്ച് ഫുഡ് കൊടുത്ത്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിന്നെ തുടയ്ക്കാനുണ്ട്. നാളെ സൺഡേ അതിനെക്കൊണ്ട് പകുതി പണിയൊക്കെ ഇന്ന് തീർത്ത് വെച്ചാൽ കുറച്ച് നേരം കിടന്നുറങ്ങാമല്ലോ വെച്ചിട്ടോ. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞ് ഇത് രാവിലത്തേക്ക് കുടിക്കാനുള്ള ചിയാസിഡും ലെമണും ഹണിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റാക്കി വെക്കാം കേട്ടോ. രാവിലെ നീറ്റാണ് കുടിക്കാനുള്ളത്. അങ്ങനെ അത് റെഡിയാക്കിയാണ്. ഇത് ഏകദേശം അത് കളിക്ക് റെഡിയാക്കിച്ച് ഞാനത് മാറ്റി വയ്ക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തുടക്കലും നടക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടി ഞാൻ നോക്കണേ. തുടക്കലും നടക്കുന്നുണ്ട്, ഇതും സെറ്റാകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവസാന ഘട്ട തുടയിലേക്ക് എത്തിയിട്ടുണ്ട്, ക്ലീനിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് ക്ലീനിങ് കഴിഞ്ഞിട്ട് ദേവുവിനെ ഉറക്കണം. കാരണം ഓളെ കൊണ്ടുപോകണില്ല. അപ്പോൾ ദേവുവിനെ ഉറക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൂമിൽ ഉറങ്ങാൻ കയറിയതിൽ കുറച്ച് കളിയുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഓരോന്ന് പറഞ്ഞ് ദേവുവിനെ ഞാൻ ഉറക്കി. പാവം കുട്ടി ഉറങ്ങിയോളം അറിയില്ലല്ലോ ഓളെ കൊണ്ടുപോകാതെ പോകണമെന്നുള്ളത്. അങ്ങനെ ഞാൻ മാറ്റാൻ പോകണം. ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള കൺഫ്യൂഷനിൽ അവസാനം പിന്നെ ആദ്യം ഞാനൊരു വീഡിയോ എടുത്ത് പിന്നെ വേണ്ട വെച്ച് പിന്നെ ഞാൻ ജീൻസും ടോപ്പും എനിക്കൊരു ടീഷർട്ട് തന്നെ ആക്കി. അപ്പോൾ ദേവുവിനെ കിടത്തിയിട്ട് ഉറക്കി ഇനി ഞാൻ മാറ്റിയിട്ട് താഴത്തേക്ക് ഇറങ്ങുമ്പം ദേവുവിനെ കൊണ്ടുപോകണം. എന്നിട്ട് അമ്മേൻ്റെയും അമ്മമ്മേൻ്റെയും കൂടെ താഴത്ത് കിടത്തണം. അപ്പോഴത്തേക്ക് ഞാൻ ഓളെ അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഇതാക്കി ചെറുതായി വേറെ ഒന്നും ചെയ്തില്ല. ഓൺലി ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ രാത്രിയിൽ. പിന്നെ മുഖത്ത് വേറെ സംഭവങ്ങളൊന്നും ചെയ്യില്ല. ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് കണ്ണാടിൻ്റെ മുന്നിൽ കുറച്ച് നേരം ഒന്ന് നോക്കി സെറ്റാണോ എന്നൊക്കെ നോക്കി അങ്ങനെ റെഡിയായെന്ന് വന്നപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്താണ് ഔട്ട്ഫിറ്റ് വരുന്നത്. അങ്ങനെ കണ്ണായിട്ട് വന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പോവാം കേട്ടോ. 10:45 ഷോക്ക് ചെയ്യുന്നത് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെയാണെങ്കിൽ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് കുറച്ച് ലേറ്റ് ആയി. ദേവു അതിൻ്റെ ഇടയിൽ നീറ്റ്. അപ്പോൾ ഓളെ വീണ്ടും ഉറക്കി. അങ്ങനെ ഞങ്ങളെത്തി മണ്ണൂർ വളവ് തിയേറ്ററിലാട്ടോ വന്നത്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളെ ഫ്രണ്ട്സ്, ഞങ്ങളെ ഗ്യാങ്. അങ്ങനെ ഞങ്ങൾ മൂവിക്ക് കയറിയിരുന്നു. മക്കളെ മൂവി ഒരു രക്ഷയില്ല, അടിപൊളി മൂവിയായിരുന്നു. എല്ലാവരും കണ്ടിട്ട് മസ്റ്റ് വാച്ച് പാടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ദേവുവിനെ കൊണ്ടുപോകാത്ത വേറെ ഒന്നും ഉണ്ടല്ലോ. ഞൂളെങ്ങാനും കണ്ട് പേടിയായാലും ഓൾ ഇറങ്ങണമെന്ന് പറഞ്ഞ് നമ്മൾ എന്തായാലും ഇറങ്ങേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഗൈസ്.